നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു കൂർഗ് മൈസൂർ ട്രിപ്പ് പോവാണ്. ഞാനും ഏട്ടനും മോളും പിന്നെ ഏട്ടൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മോളും ഹസ്ബൻഡ് അവരുടെ കുട്ടിയും ഇവിടെ ഇങ്ങനൊരു യാത്ര പോവാണ്. ഇത് പോകുന്ന വഴിക്കുള്ള കുറച്ച് നല്ല മനോഹരമായ കാഴ്ചകളാണ് കേട്ടോ. നല്ല മഞ്ഞുണ്ട്. ഒത്തിരി നല്ല നല്ല സ്ഥലങ്ങൾ ഇതിൽ കാണിക്കാൻ പറ്റിയിട്ടൊന്നുമില്ല. അതിലെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് കേട്ടോ ഈ കാണിക്കുന്നത്. ഈ കാണുന്ന മഞ്ഞ് മാത്രമല്ല, കുറേശ്ശെ മഴയും ഉണ്ടായിരുന്നു. ഈ ഭാഗമൊക്കെ കാണാൻ നല്ല രസമാണ്. ശരിക്കും ഈ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടി രസമാണ് നേരിട്ട് കാണാൻ. നമ്മളൊരു 3 ദിവസത്തെ യാത്രയാണ് പ്ലാൻ ചെയ്തത്. ഇതിപ്പം വീഡിയോ എടുത്തു കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഇത് നിങ്ങളുടെ മുന്നിലെത്തുക. ഏട്ടനാണ് ഡ്രൈവ് ചെയ്യുന്നത്. കുറേയൊക്കെ ഓടിച്ച് വിട്ടിട്ടുണ്ട് വീഡിയോ ഒക്കെ. ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വഴിയുണ്ടല്ലോ, നല്ല അടിപൊളിയാണ് നേരിട്ട് കാണാൻ. ഇതുവഴി കൂടെയൊക്കെ മൃഗങ്ങളൊക്കെ പാസ് ചെയ്യുന്നതാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ നല്ല അടിപൊളി റോഡാണ്. നല്ല സ്പീഡിലാണ് പോകുന്നത്. പക്ഷെ നല്ല രസം. എവിടെയൊക്കെ നിന്ന് റീൽസ് എടുക്കണം, ഫോട്ടോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടൊന്നും നടന്നിട്ടൊന്നുമില്ല. ഇതാണ് നമ്മുടെ ചോളം കൃഷി. നമ്മളിപ്പോൾ ആദ്യം പോകുന്നത് കൂർഗിലെ ഗോൾഡൻ ടെമ്പിളിലേക്കാണ്. പോകുന്ന വഴിക്കുള്ള കുഞ്ഞു കുഞ്ഞു കാഴ്ചയാണ് ഇതൊക്കെ. അവിടെ നിറച്ച് ഇഞ്ചിയും ഈ പറഞ്ഞ ചോളവുമാണ്. അങ്ങനെ ഞങ്ങൾ ഗോൾഡൻ ടെമ്പിളിലെത്തി. ഇതവരുടെ പ്രവേശന കവാടമാണ്. ഏട്ടനും മോളും ഉണ്ണിയും അവരുടെ മോളും പിന്നെ ഈ പോകുന്നത് മഞ്ജുവാണ്. ഇതവരുടെ ഒരു കോമ്പൗണ്ടാണ്. ഒത്തിരി ഇവരുടേതായ ആൾക്കാർ തന്നെ ഇവിടെ താമസിക്കുന്നതാണ്. പറയണ്ട തന്നെ അറിയാലോ. മുന്നേയും ഈ ഗോൾഡൻ ടെമ്പിളിൻ്റെ വീഡിയോസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് തുടക്കം. ദൂരെ നിന്ന് കാണാൻ വളരെ മനോഹരമാണ്. ഞാൻ മുമ്പ് 10ാം ക്ലാസ് പഠിച്ചിരുന്ന സമയത്ത് ഒരു ടൂർ വന്നിട്ടുണ്ട്. ആ ഒരൊറ്റ തവണ. പിന്നെ വരുന്നത് ഫാമിലി ആയിട്ടാണ്. ഇതെൻ്റെ ഏറ്റവും ഫ്രണ്ടിലുള്ള വ്യൂ ആണിത്. നമ്മൾ പോകുമ്പോൾ നല്ല അത്യാവശ്യം മഴ ഉണ്ടായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ കിങ്ങിയുടെ ഒരു ഡാൻസ് ഉണ്ട്. ഇതൊരു മൊണാസ്ട്രിയാണ്. നമ്മളവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ നമസ്കരിക്കുന്നത്. നമ്മുടെ അവിടെ ചെല്ലുമ്പോൾ അവിടെ എന്തോ ഒരു പ്രാർത്ഥന നടക്കുകയായിരുന്നു അവരുടേതായ രീതിയിൽ. അതിൻ്റെ ചെറിയ ചെറിയ മന്ത്രങ്ങൾക്കൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷെ അതിൽ ചിലതൊക്കെ കിട്ടിയിട്ടുണ്ട്, ചിലതൊന്നും കിട്ടിയിട്ടില്ല. ബാക്കിലും കുറേ ബുദ്ധൻ്റെ പ്രതിമകളുണ്ട്. നമുക്കിത് പറഞ്ഞു തരാൻ അവിടെ ആരുമില്ലായിരുന്നു, എന്തൊക്കെയാണ് ഏതൊക്കെയാണ്. ഇത് വേറൊരു മൊണാസ്ട്രിയാണ്. ഏട്ടനാണ് ആ കയറി പോകുന്നത്. അവിടെ ചെന്നപ്പോഴും ഇതേപോലെ അവരുടേതായ രീതിയിലൊരു പ്രാർത്ഥന നടക്കുകയായിരുന്നു.
എല്ലാവരും നടന്നു പോകുന്ന വഴിക്കുള്ള കാഴ്ചയാണ് ഇത്. പോകുമ്പോൾ ചെറിയ ചെറിയ കുഞ്ഞു കിളികളെയും കണ്ടിട്ടുണ്ട്. ഇവിടെയാണ് പ്രധാനമായിട്ടും 3 വലിയ ബുദ്ധ പ്രതിമകളുള്ളത്. ഇവിടെ ഞങ്ങൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. ഒത്തിരി ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഏകദേശം ഞങ്ങൾ രാവിലെ 10 മണിക്കൊക്കെ മുന്നേ അവിടെ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഞങ്ങൾ ചെന്ന് കയറിയപ്പം വലിയ തിരക്കില്ലായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് ഒത്തിരി ടൂറിസ്റ്റുകളും ഒക്കെ വരുന്നുണ്ടായിരുന്നു. നല്ല തണുപ്പാണ് ആ നിലം മൊത്തം. ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. കുറേ നേരം അവിടെ നിലത്തിയിരുന്നു. അവരുടെ പെയിൻറ്റിങ്ങും പ്രാർത്ഥന ഹാളും ഒക്കെയാണ് ഈ കാണുന്നത്. പിന്നെ 2 സൈഡിലായിട്ട് അവർ പ്രാർത്ഥിക്കാൻ നേരത്തെ മാത്രം ഉപയോഗിക്കുന്ന ഒരു ബെഞ്ച് ഡെസ്ക് പോലത്തെ ഒരു സംഭവമുണ്ട്. പേര് വ്യക്തമല്ല. നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത സ്ഥലത്തേക്ക് യാത്ര ആരംഭിച്ചിരുന്നു. ഇത് യാത്രയുടെ 1-ാം ദിവസത്തെ ഒരു ഭാഗം മാത്രമാണ് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനി ബാക്കിയുള്ളതും കൂടെ എല്ലാവരും കാണാനായിട്ടിരിക്കുക.